പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വളരെ ആകാംക്ഷയോടും പ്രാർത്ഥനയോടും പ്രത്യാശയോടും എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എൻ്റെ യേശുവിന് വലിയ മാറ്റങ്ങൾ ചെയ്യുവാൻ പറ്റുമെന്നുള്ള ഉറപ്പോടുകൂടെ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് പ്രവേശിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് സംസാരിച്ച വിഷയം ഇതാണ്: വഴികൾ അടയപ്പെട്ട് ഒരു വഴി പോലും ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അവർക്കു വേണ്ടി ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ അതിൽപ്പെട്ടയാളായിരിക്കാം. എന്നാൽ ദൈവത്തിന് നിങ്ങളുടെ മുമ്പിൽ അത്ഭുതകരമാകുന്ന വഴികൾ തുറന്നു തരുവാൻ പറ്റുമെന്ന് ചിലരോട് ഈ പ്രവചന ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന കോരേശിനോട് ഞാൻ നിനക്ക് മുൻപായി ചെല്ലുമെന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏതു വിഷയമായിട്ടാണോ ഭാരപ്പെട്ടിരിക്കുന്നത്, ഒരു നിമിഷം ദൈവത്തോട് പറഞ്ഞാട്ടെ, എന്റെ ആ വിഷയത്തിന്റെ മുൻപിൽ ദൈവമേ അങ്ങൊന്ന് ചലിക്കണമേ. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. താഴ്മയുള്ളവനെ എന്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ മുഖത്തേക്ക് ആവശ്യബോധത്തോടെ നോക്കുന്ന ഒറ്റ വ്യക്തികളെയും എന്റെ ദൈവം കൈവിട്ട് കളയുന്ന ദൈവമല്ല. ഇന്ന് ഈ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പല വ്യക്തികളും ചോദിക്കുന്ന ചോദ്യമാണ്: എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല? ദൈവം എന്നെ കൈവിട്ടോ? ഒരിക്കലുമില്ല. ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവത്തെ നിന്റെ ജീവിതത്തിന്മേൽ നീ അനുവദിച്ചു കൊടുത്താൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്മേൽ നിനക്ക് കാണുവാൻ പറ്റും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ അവൻ ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും അത്ഭുതം ദൈവം ചെയ്യണമേ. വഴികളെ ദൈവം തുറന്നു കൊടുക്കണമേ. പലരും പറയുന്നത് നല്ല ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്, അതിനനുസരിച്ച് എന്റെ മുൻപിൽ വഴികൾ തുറന്നിട്ടില്ല. അങ്ങനെ പറയുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മക്കളുടെ മുമ്പിൽ ഒരു വഴി തുറക്കാത്തത് കാരണം വളരെ വേദനയോടുകൂടി ഇരിക്കുന്നവരുണ്ട്. അവർക്കു വേണ്ടി അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, വിദേശ നാട്ടിൽ വളരെ പ്രതീക്ഷയോടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കാശ് മുടക്കി വിദേശത്ത് കടന്നുപോയി. ഇന്ന് ഒരു വഴി പോലും തുറക്കപ്പെടാതെ അടയപ്പെട്ട റൂമിലാണ് ഞാൻ ആയിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അവരുടെ മേൽ ദൈവകരം ചലിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്ന് പറയുന്നത് പോലെ ഇതിലിരിക്കുന്ന പല വ്യക്തികളെയും ഈ സീസണിൽ ദൈവം ഉറപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഈ സീസണിന്റെ മേൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. ഇവരുടെ മുമ്പിൽ അത്ഭുത വഴികൾ ദൈവം തുറന്നു കൊടുത്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.
1.5 മാസമായിട്ട് ഈ ചാനലിലൂടെ നമ്മൾക്ക് വിടുതലിൻ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം അനുവദിക്കുന്ന പക്ഷം എല്ലാ ദിവസവും, ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഈ ചാനലിലൂടെ നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകൾ ഇന്ന് തുടങ്ങുകയാണ്. എനിക്കറിയാം ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിന്മേൽ വിടുതലിന്, രോഗസൗഖ്യത്തിന്, അത്ഭുത വഴികൾക്ക് എല്ലാം കാരണമായി തീരുവാനിടയായി തീർന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പലരെന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുവാനിടയായി തീർന്നു, എന്ത് പറ്റി? ഞാൻ കുറച്ചു നാള് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുകയായിരുന്നു. ആ ഒറ്റ കാരണത്താലാണ് നമ്മൾ ഈ വീഡിയോകൾ ഈ ചാനലിലൂടെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്താത്തത്. ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ശക്തമേറിയ ദൈവിക സന്ദേശമുണ്ട്. എനിക്കറിയാം ഈ മെസ്സേജിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ, ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യും. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രത്തെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ വരെ അറ്റുപോയി. ആമേൻ. ഈ ഒറ്റ വേടിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുവാൻ എന്നെ ഏൽപ്പിച്ച ദൈവിക ദൂത്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് 27-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് അവനൊരു യാത്രയിലാണ്. ആ യാത്രയുടെ തുടക്കത്തിൽ തന്നെ പൗലോസ് പറഞ്ഞതാണ്, ഈ യാത്ര ഇപ്പോൾ പുറപ്പെടുന്നത് നല്ലതല്ല. എന്നാൽ കപ്പലുടമ അവന്റെ വാക്ക് അനുസരിച്ചില്ല. എന്നാൽ യാത്ര തുടങ്ങിയത് തൊട്ട് അവരുടെ ജീവിതത്തിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റ് ആ യാത്രയിൽ ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. ഇന്നെന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റു നിമിത്തം, ആമേൻ, ഒരുപക്ഷം നിങ്ങൾ ഇന്നെന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നലിന്റെ നടുവിലായിരിക്കാമായിരിക്കുന്നത്. ആമേൻ. എന്നാൽ നിങ്ങളോടുള്ള ദൂത്, അതിന്റെ നടുവിൽ നിങ്ങൾ ഭയപ്പെടണ്ട. ദൈവത്തിന്റെ വചനം പറയുന്നത് ഭയപ്പെടണ്ട. ദൈവം ഒരു ഭാഗത്ത് ഭയപ്പെടണ്ട എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഉണ്ടായിരിക്കാം. അവിടെ ദൈവത്തിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ, ആമേൻ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവകരം ഈ സീസണിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. പൗലോസ് പറയുന്നത്, ഈ യാത്രയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാറ്റും കോളും ആഞ്ഞടിച്ച കാരണത്താൽ അവർ രക്ഷപ്പെടുമെന്നുള്ള ആശ വരെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു ദൈവഭക്തൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എത്ര വലിയ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാലും അതിന്റെ നടുവിൽ ദൈവം മുഖത്തേക്ക് നോക്കിയാൽ അവിടെ ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യനിൽ വരുന്ന മാറ്റങ്ങൾ പലതുണ്ട്. ഒന്ന്, അവൻ ശ്രമിക്കുന്നത് നിർത്തുവാനിടയായിത്തീരും. പരിശ്രമം വൃഥാവാണെന്നുള്ള തോന്നല വ്യക്തികൾക്കുണ്ടാകും. എനിക്കറിയാം, ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ജീവിതത്തിന്റെ മേൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട കാരണത്താൽ പരിശ്രമങ്ങൾ നിർത്തി ജീവിതത്തിന് ഇനി ഒരർത്ഥമില്ല എന്നുള്ള തോന്നലിലേക്ക്
പലരും മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഈ വചനം നിങ്ങളോട് പറയുന്നത് ഒരിക്കലും അത് ചെയ്യരുത്. പ്രതീക്ഷയോടുകൂടി തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക. 2, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ അവന്റെ ശക്തി ക്ഷയിച്ചു പോകുവാനിടയായി തീരും. ശാരീരികവും മാനസികമായി അവൻ ക്ഷീണത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായി തീരും. ലളിതമായ കാര്യങ്ങളിൽ പോലും ഭാരമായി തോന്നും. എന്നാൽ ഇതിന്റെ നടുവിലാണ് നീ എഴുന്നേൽക്കേണ്ടത്. നമുക്കറിയാം, 12 സംവത്സരം പല വൈദ്യന്മാർക്കും കൊടുത്തിട്ട് ഒരു മാറ്റമില്ലാതെ ശരീരത്തിൽ നിന്ന് രക്തം പോയി മരിക്കത്തക്ക രീതിയിലായിരിക്കുന്ന ഒരു സഹോദരി. അവൾ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ശാരീരികമായി അവൾ തകർക്കപ്പെട്ടു, മാനസികമായി തകർക്കപ്പെട്ടു. എന്നാൽ ഇതിന്റെ നടുവിലും യേശുവിനെ പറ്റിയുള്ള കേൾവി അവൾ കേട്ടപ്പോ അവൾ ചെയ്തത് എന്താണെന്ന് അറിയാമോ? വിശ്വാസത്തോടുകൂടി അവളോട് തന്നെ പറയുവാനിടയായി തീർന്നു, ഇതിന്റെ നടുവിൽ എനിക്ക് വിടുതലുണ്ടെന്ന്. ഇന്ന് നിന്നോടുള്ള ദൂതിതാണ്, നീ എത്ര വലിയ ശക്തി ക്ഷയിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിനക്ക് അതിന്റെ നടുവിൽ ദൈവപ്രവൃത്തി കാണാൻ പറ്റും. ശാവന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, ബാല്യക്കാരും ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ, യൗവനക്കാരും ഇടറി വീഴുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ ദൈവം ദൈവശക്തി നൽകി തന്നുകൊണ്ട് ആ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മലർവാടിയുടെ അനുഭവത്തിലേക്ക് എന്റെ ദൈവം നിന്നെ മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. അതിന് നിന്റെ ഭാഗത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എഴുന്നേൽക്കുക. ആമേൻ. എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലുകൾ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പോടുകൂടി വിശ്വസിക്കുക. അങ്ങനെ ചിലരുടെ ജീവിതത്തിന്റെ മേൽ ദൈവിക വിടുതലുകൾ ഇന്നത്തെ ശുശ്രൂഷയുടെ മേൽ യേശു ചെയ്യുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ മൂന്നാമതായി അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അവന് തന്നെ തോന്നും ഏറ്റവും മോശമായ ഫലമേ എന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയുള്ളൂ. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവൻ പരാജയത്തെ കാണും. ഒരിക്കലും പിശാചിന്റെ തോട്ടുകളും അവന്റെ സംശയങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യരുത്. ദൈവത്തിന്റെ വചനം പറയുന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങൾ എത്ര വിഷയങ്ങളിൽ കൂടി കടന്നു പോയാലും, ഏത് കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ചാലും, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ നടുവിൽ സമാധാനത്തോടുകൂടി കഴിയുവാൻ പറ്റും. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് ഫിലിപ്പിയിലെ സഭയോട് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ. എങ്ങനെ പറയാൻ പറ്റും? പൗലോസിന് അറിയാം, ആ കാരാഗ്രഹത്തിൽ അവൻ കടന്നാലും ആ കാരാഗ്രഹത്തിൽ വരെ ദൈവപ്രവൃത്തി അയക്കുവാൻ ദൈവത്തിന് പറ്റും. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളുടെ ജീവിതത്തിന്മേലുള്ള കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളെ, അടിമത്തത്തിന്റെ അനുഭവങ്ങളെ, മുഖത്തിന്റെ അനുഭവങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ ഇന്നു തൊട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആശ്ചര്യമായി നടക്കട്ടെ. ഒരു വ്യക്തി അവന്റെ ജീവിതത്തിന്റെ മേൽ പ്രത്യാശ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളിൽ നിന്ന് അകലം പ്രാപിക്കും. ഒറ്റപ്പെടൽ അവന്റെ ജീവിതത്തിന്മേൽ ആരംഭിക്കും. ഫോൺ കോളുകൾ, സന്ദേശങ്ങൾ, അവൻ എന്തിനു പറയുന്നു, കൂട്ടായ്മകൾ വരെ ഒഴിവാക്കുവാനിടയായിത്തീരും. ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടെ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നവരാണെങ്കിൽ യേശുവിന് നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല സമ്പത്തുണ്ട്, പക്ഷേ
ഏതൊക്കെയോ മേഖലകളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ഒറ്റപ്പെടലിന്റെ അനുഭവമാണ്. ആ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിലും ദൈവം നിന്നെ കൈവിടുകയില്ലെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. പത്മോസിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന യേശുവിന്റെ ഏറ്റവും ആത്മാർത്ഥനായ ശിഷ്യൻ പത്മോസിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ കർത്തൃ ദിവസമായപ്പോൾ ദൈവം അവനു വേണ്ടി ആ പത്മോസിൽ ഇറങ്ങി വന്നതുപോലെ പല സഹോദരിമാർക്കു വേണ്ടി, പല സഹോദരന്മാർക്കു വേണ്ടി യേശു ഇന്ന് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: എന്റെ പ്രത്യാശയുടെ നഷ്ടപ്പെട്ട അനുഭവങ്ങളിലും പ്രതീക്ഷയായ എന്റെ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഇത് പറയുമ്പോൾ, ഇത് എഴുതുമ്പോൾ തന്നെ നിന്റെ ഏറ്റവും പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവങ്ങളുടെ മേൽ അവൻ അത്ഭുതമായി ഇറങ്ങി വരികയാണ്. ഈ സീസണിൽ കടന്നു വരുന്ന കൊടുങ്കാറ്റുകൾക്ക് നിന്നെ തകർത്തു കളവാൻ പറ്റുകയില്ല. അഞ്ചാമതായി വിശ്വാസവും ആത്മവിശ്വാസവും അവൻ കുലുങ്ങുവാനിടയായിത്തീരും. ആമേൻ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ദൈവവചനം വായിക്കുന്നത്? ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ 27-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം പൗലോസ് പറയുന്നു, എത്ര പല ദിവസങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അവൻ യാത്ര പുറപ്പെടുന്ന ഒരു സമൂഹം. എല്ലാവരും ഭയത്തിന്റെ കീഴിലാണ്. ഈ വചനം വായിച്ചു വരുമ്പോൾ 14 ദിവസമാണ് ഹല്ലേലൂയ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെ നടുവിൽ പൗലോസ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ നടുവിൽ പൗലോസ് പറയുന്നു, എന്റെ ഉടയവനും, കമോൺ, ഹല്ലേലൂയ, ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ, ഹല്ലേലൂയ, എന്റെ അടുക്കൽ നിന്ന് പൗലോസേ ഭയപ്പെടരുത്. ഇതേ ദൂത് തന്നെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഒറ്റപ്പെട്ട അനുഭവത്തിന്റെ മേൽ, നിന്റെ ശക്തി നഷ്ടപ്പെട്ട അനുഭവത്തിന്റെ മേൽ, നെഗറ്റീവ് ചിന്താഗതികൾ നിന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിന്റെ മേൽ, ശ്രമിച്ചിട്ട് ഒന്നും നടക്കാത്ത അനുഭവത്തിന്റെ മേൽ ദൈവാത്മാവ് പറയുന്നു, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഹല്ലേലൂയ. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ഞാൻ നിനക്ക് ധ്യാനം നൽകിയിരിക്കുന്നു. അപ്പോ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് അർത്ഥാൽ, ഞാൻ ഇവിടെ രക്ഷ എന്ന് പറയുന്ന ഈ യാത്രയിൽ ഇനി പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന്, ആമേൻ, അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന ജനത്തിന്റെ നടുവിൽ ജീവന്റെ ശബ്ദം അവൻ കേട്ടു. അവനോട് ദൈവാനോ പറഞ്ഞു, നീ മുന്നോട്ട് പോകും, നീ പുറകിലേക്ക് പോകയില്ല. ഈ ആർത്തിരമ്പുന്ന കൊടുങ്കാറ്റ് നിന്നെ തകർത്ത് കളകയില്ല. ആ രോഗം നിന്നെ തകർത്ത് കളകയില്ല. ആ നിരാശ നിന്നെ തകർത്തു കളകയില്ല. ആ കടഭാരം നിന്നെ തകർത്ത് കളകയില്ല. ദൈവമാണ് നിന്നോട് കൂടെയുള്ളത്. മുന്നോട്ട് തന്നെ പോവുക. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാടിലെ നമ്മൾ ഇതുവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തിലേക്ക് ഇപ്പോൾ മാറുവാനിടയായിത്തുന്നു. പാലക്കാടുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന ആ മോളിന്റെ 4-ാം നിലയിലുള്ള സിൽവർ ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗുകൾ നടക്കുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്റെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുത മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും, അത്ഭുതങ്ങൾ ചെയ്യുവാൻ പറ്റും. രാവിലെ 10:30 തൊട്ട്
1:30 വരെയാണ് അവിടെ നടക്കുന്ന മീറ്റിങ്ങുകൾ. ആ വിടുതലും ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടെയാണ്. ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ആശ നഷ്ടപ്പെട്ട ജനത്തിന്റെ നടുവിൽ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊടുത്ത് ഈ ജനത്തെ ദൈവം മാനിക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ മേൽ ദൈവ പ്രവൃത്തികളുടെ തുടക്കത്തെ ഞാൻ കൽപ്പിക്കുകയാണ്. ആ രോഗമുള്ളവർ രോഗമുള്ള ഭാഗത്തുനിന്ന് കൈയെടുത്ത് വെക്കാമോ? അത്ഭുത സൗഖ്യത കൽപ്പിക്കുന്നു. ആ ക്യാൻസർ മാറട്ടെ, ആ മൈഗ്രീൻ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, ആ ബാക്ക് പെയിൻ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇന്ന് തൊട്ട് ദൈവ പ്രവൃത്തി ഇവരുടെ ഭവനത്തിന്റെ മേൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.